നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപന കാലഘട്ടത്തിൽ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളുടെയും സൈറ്റുകളുടെയും ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. നിലവിൽ ഓൺലൈൻ വഴി തന്നെ പരമാവധി കാര്യങ്ങൾ ചെയ്യുകയാണ് ജോലി. എന്നാൽ ഇതിൽ ജാഗ്രത പുലർത്തണം. ഓൺലൈൻ തട്ടിപ്പ് വ്യാപകമായിരിക്കുകയാണ്. ഇതേ തുടർന്ന് കടുത്ത ജാഗ്രതാ നിർദ്ദേശവുമായി കുവൈറ്റ് ഭരണകൂടം രംഗത്തെത്തി. ഓൺലൈൻ മുഖേനയുള്ള സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ തന്നെ ജാഗ്രത പുലർത്തണമെന്ന് ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഓൺലൈൻ തട്ടിപ്പിനിരയായി പണം നഷ്ടമാകുകയും കബളിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങൾ വ്യാപകമായിരിക്കുകയാണ്. ഇതോടെയാണ് നിർദ്ദേശവുമായി അധികൃതർ രംഗത്ത് വന്നിരിക്കുന്നത്. സാമ്പത്തിക നിക്ഷേപം, ഓൺലൈൻ ഇടപാട്, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ നടത്തുമ്പോൾ തന്നെ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി. വ്യക്തിഗത വിവരങ്ങൾ, ബാങ്ക് വിവരങ്ങൾ, OTP, CVV കോഡുകൾ, കാർഡുകളുടെ കാലഹരണ തീയതി എന്നിവ വെളിപ്പെടുത്തുന്നത് തട്ടിപ്പിന് കാരണമാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സംശയാസ്പദമായ ഫോൺ കോളുകളോ സന്ദേശങ്ങളോ ലഭിക്കുന്നവർ ശ്രദ്ധിക്കണം. ഇത്തരം സന്ദേശങ്ങളിൽ വിശ്വസിച്ച് വിവരങ്ങൾ നൽകാൻ പാടില്ല. അപ്രതീക്ഷിതമായ ഓഫറുകളിൽ വഞ്ചിതരാകരുത്. സംശയം തോന്നുന്ന ഫോൺ കോളുകളോ സന്ദേശങ്ങളോ ലഭിച്ചാൽ പോലീസിനെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഓൺലൈൻ ഇടപാടുകൾ വർദ്ധിച്ചതോടെ തട്ടിപ്പ് വ്യാപകമാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. നിരവധി ആളുകൾക്ക് പണം നഷ്ടമാകുകയും ഓഫറുകളിൽ വഞ്ചിതരാകുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പുമായി അധികൃതർ രംഗത്ത് വന്നത്. അതേസമയം വ്യാജ നോട്ടുകൾ ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന 3-അംഗ സംഘത്തെ ഫർവാനിയ രഹസ്യാന്വേഷണ വിഭാഗം പിടികൂടി. സമൂഹ മാധ്യമങ്ങളിലൂടെ ഡോളർ കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളും വീഡിയോകളും പ്രചരിപ്പിച്ചാണ് സംഘം തട്ടിപ്പ് നടത്തുന്നത്. വ്യാജ നോട്ടുകൾ ഉപയോഗിച്ച് ഇടപാട് നടത്തിയ 3-അംഗ സംഘത്തെ ഫർവാനിയ രഹസ്യാന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് സംഘം തട്ടിപ്പ് നടത്തിയത്. ഇതുകൂടാതെ പ്രവാസികൾക്ക് നിർണായക പ്രഖ്യാപനമാണ് കുവൈറ്റ് നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ പ്രഖ്യാപനം വന്നത്. അതായത് 20 തസ്തികകളിലെ ജോലികൾക്ക് വേണ്ടി കുവൈറ്റിലേക്ക് വരുന്ന പ്രവാസികൾക്ക് പ്രത്യേക യോഗ്യതാ പരീക്ഷ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. വിവിധ സർക്കാർ ഏജൻസികളുമായി സഹകരിച്ചായിരിക്കും പരീക്ഷ നടത്തുക. കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ആണ് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് പുറത്തിറക്കിയത്. പദ്ധതി നടപ്പിലാക്കാനുള്ള അംഗീകാരം ലഭിച്ചതായി കുവൈറ്റ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രൊഫഷണൽ യോഗ്യതയുള്ള പ്രവാസികൾക്ക് അവരുടെ രാജ്യത്ത് വെച്ച് പരീക്ഷകൾ പാസ്സാകണം. ഇതിനുശേഷമായിരിക്കും ജോലി നൽകുന്ന കാര്യത്തിലേക്ക് കടക്കുക. പരീക്ഷ പാസ്സായ ശേഷം മാത്രമേ മറ്റു നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. ഓരോ രാജ്യത്തെ കുവൈറ്റ് എംബസികളുമായി സഹകരിച്ചായിരിക്കും ഇതിനുവേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കുക. സ്വന്തം രാജ്യത്ത് നിന്നും തിയറി പരീക്ഷ പാസ്സായാൽ കുവൈറ്റിലേക്ക് വരാം. പിന്നീട് കുവൈറ്റിലെത്തിയാൽ പ്രാക്ടിക്കൽ പരീക്ഷ നടത്തും. ഈ 2 പരീക്ഷകൾ പാസ്സായാൽ മാത്രമേ തൊഴിൽ പെർമിറ്റ് ഇവർക്ക് കുവൈറ്റ് അനുവദിക്കുകയുള്ളൂ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.